ഹലോ എവ്രി വൺ. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈഫിലെ ഏറ്റവും കളർഫുള്ളായ ഡ്രീംസ് നമ്മൾ കാണുന്നത് നമ്മുടെ ടീനേജ് കാലഘട്ടത്തിലായിരിക്കും. നമ്മുടെ ഏതെങ്കിലും ഒരു സിനിമയിലോ പാട്ടിലോ ഒക്കെ കാണുന്ന രംഗം നമ്മുടെ ലൈഫിലും സംഭവിക്കണം എന്നാഗ്രഹിക്കാത്തവർക്ക് ചുരുക്കമായിരിക്കാം, അന്നത്തെ ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങളെ. പക്ഷേ അങ്ങനെ കണ്ട ഒരു സ്വപ്നം എനിക്ക് 14 വർഷത്തിന് ശേഷം സാധ്യമായി. സ്വപ്ന നഗരിയുടെ പേര് പാരീസ് എന്നും സ്വപ്നത്തിൻ്റെ പേര് ഐഫിൽ ടവർ എന്നും. ആ ഒരു യാത്ര അതൊരു 1 ഡേ ട്രിപ്പായിരുന്നു. പാരീസിലോട്ട് ചെല്ലുക, ഐഫിൽ കാണുക മാത്രമല്ല, ലവ് ലോക്ക് ബ്രിഡ്ജിൽ പോവുക, ഒരു ലോക്ക് ഇടുക എന്നൊക്കെയുള്ളതും എൻ്റെ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. അത് നടന്നു. ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലോക്ക് ഇട്ടിട്ട് കീസൊക്കെ സീൻ ബ്രിഡ്ജിൽ നിന്ന് താഴേക്ക്, അതായത് റിവറിലോട്ട് എറിഞ്ഞിട്ട് പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് പിന്നെ ആർക്കും തകർക്കാൻ പറ്റില്ല എന്നാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനും ഇട്ടിട്ട് ഒരെണ്ണം. അതിനുശേഷം നേരെ മെട്രോ സ്റ്റേഷനിലേക്ക്, അടുത്ത ഡെസ്റ്റിനേഷൻ നോട്ടർഡാം കത്തീഡ്രൽ. മെട്രോ സ്റ്റേഷനിൽ ചെന്നു, ട്രെയിൻ വന്നു, അതിലേക്ക് കയറി. ഇവിടുത്തെ ട്രെയിൻസിന് കൂടുതലും മെട്രോ സ്റ്റേഷൻസ് എല്ലാം അണ്ടർഗ്രൗണ്ടാണ്. 3 to 5 മിനിറ്റ്സിൽ എപ്പോഴും ട്രെയിൻ ഉണ്ടാവും. അതെനിക്ക് ജർമ്മനിയേക്കാളും കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ഫീൽ ചെയ്തു. നോട്ടർഡാം കത്തീഡ്രലിൽ തന്നു. അവിടുത്തെ ജനസാഗരം എന്ന് വർണ്ണിക്കാനേ പറ്റത്തില്ല. അതിനുശേഷം ലോവൂർ മ്യൂസിയത്തിൽ, അവിടെ ആരാ ഉള്ളത്? മൊണാലിസ. അതിനുശേഷം രാത്രി സീൻ റിവറിൽ കൂടെ ഒരു ബോട്ട് യാത്ര. സത്യം പറയട്ടെ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കാഴ്ചകളിലൊന്ന് ഐഫിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് സുന്ദരിയായി നിൽക്കുന്നതാണ്. പറഞ്ഞില്ലല്ലോ, ഐഫിൽ പെണ്ണാട്ടോ, അയൺ ലേഡി എന്നാണ് വിളിക്കണേ. അന്നത്തെ രാത്രി ഐഫിലിനോടും പാരീസിനോടും ഒക്കെ ബൈ പറഞ്ഞു ഞാൻ വീട് പിടിച്ചു. ഇനിയും എന്തെങ്കിലും വിസിറ്റ് ചെയ്യാമെന്ന പ്രതീക്ഷയോടെ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ എവ്രി വൺ.